Hi dear students, മൊഡ്യൂൾ 1 MET 202 204 മൊഡ്യൂൾ 1-ലെ ടോപ്പിക്കുകളാണ് ഞാനിന്ന് പറയുന്നത്. അതും എക്സാം ഓറിയൻറ്റഡ് മാത്രം ഓരോ സെക്ഷൻ എങ്ങനെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാം എന്നുള്ളതാണ് പറയുന്നത്. ഫസ്റ്റ് നമുക്ക് ഈ മൊഡ്യൂളിൽ ആകെ വരുന്നത് 4 സെക്ഷനാണ്. ഒരു ബേസിക് സെക്ഷൻ വരുന്നുണ്ട്, പിന്നെ ബൈനോമിയൽ വരുന്നുണ്ട്, പിന്നെ പോയിസോൺ വരുന്നുണ്ട്, പിന്നെ ഒരു ജോയിൻ്റ് വരുന്നുണ്ട്. ഇത് ഇത്രയാണ് വരുന്നത്. ഈ 4 സെഷനും എങ്ങനെ നമുക്ക് പഠിച്ചെടുക്കാം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയുന്ന ഈ ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം നിങ്ങൾ ആ സെക്ഷനിൽ ഏതെങ്കിലും ഒരു പ്രോബ്ലം എടുത്ത് ചെയ്ത് നോക്കുക. അങ്ങനെ റാൻഡമായിട്ട് ചൂസ് ചെയ്യുന്ന പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സെക്ഷൻ തറവായി. അങ്ങനെ സെക്ഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്ന പോകുന്നതാണ് എപ്പോഴും നല്ലത്. ഈ ക്വസ്റ്റ്യൻ നോക്കിയേ, അതൊരു റാൻഡം വേരിയബിൾ ഹാസ് ദ ഫോളോയിങ് പ്രോബബിലിറ്റി ഫംഗ്ഷൻ. കുറച്ച് എക്സ് വാല്യൂസ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ പി ഓഫ് എക്സ് വാല്യൂസ് തന്നിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിലും സെക്കൻഡ് മൊഡ്യൂളിലും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം ഏറെക്കുറെ സിമിലർ ആയിരിക്കും. നൊട്ടേഷൻസും ഒക്കെ ആയിരിക്കും മാറുന്നത്. ഇതിലും നമ്മൾ കുറച്ച് ഡിസ്ട്രിബ്യൂഷൻസ് പഠിക്കുന്നുണ്ട്, അതിലും നമ്മൾ കുറച്ച് ഡിസ്ട്രിബ്യൂഷൻ പഠിക്കുന്നുണ്ട്. ഇതിൽ കോമൺ ആയിട്ട് വരുന്ന ടേമുകളാണ് റാൻഡം വേരിയബിൾ, പ്രോബബിലിറ്റി ഫംഗ്ഷന് ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ പി ഓഫ് എക്സ് എന്നായിരിക്കും നൊട്ടേറ്റ് ചെയ്യുന്നത്. സെക്കൻഡ് മൊഡ്യൂളിലാകുമ്പോൾ എഫ് ഓഫ് എക്സ് എന്നാണ്. ഇത് തിരിച്ചു വന്നാലും തെറ്റില്ല, നൊട്ടേഷൻ മാത്രമാണ്. എന്നാലും പി ഓഫ് എക്സ് ആണ് വരുന്നതെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് മൊഡ്യൂളെന്ന് നമുക്ക് അസ്യൂം ചെയ്യുന്നതിലും തെറ്റില്ല. പിന്നെ ഫസ്റ്റ് മൊഡ്യൂളിലെ ക്വസ്റ്റ്യൻ നമുക്ക് സോർട്ട് ചെയ്തെടുക്കാൻ പറ്റും ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് തന്നെ. അങ്ങനെ കുറച്ച് എക്സ് വാല്യൂസും പി ഓഫ് എക്സ് വാല്യൂസും എന്താണ് തന്നിട്ടുണ്ട്. നമ്മൾക്ക് കെ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്, കുറച്ച് പി ഓഫ് വാല്യൂസ് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. ഇത് ഫസ്റ്റ് മൊഡ്യൂളിലാണെങ്കിലും ശരി, സെക്കൻഡ് മൊഡ്യൂളിലാണെങ്കിലും ശരി, ഒറ്റ ഉത്തരേ ഉള്ളൂ, ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ആണ് ആര്? പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്കിത് ചെയ്തു തുടങ്ങാം. ഇനി ഈ ക്വസ്റ്റ്യനിനകത്ത് ഫൈൻഡ് കെ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇനി കെ കണ്ടുപിടിക്കാനാണെങ്കിൽ ശരി, അല്ലെങ്കിൽ ശരി, എന്ത് ചെയ്യാം? നമുക്ക് കെ കണ്ടുപിടിച്ചാലേ താഴോട്ടുള്ളത് ചെയ്യാൻ പറ്റൂ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ക്വസ്റ്റ്യൻ കെ കണ്ടുപിടിക്കാൻ ഒരു ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ കെ കണ്ടുപിടിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ടോട്ടൽ പ്രോബബിലിറ്റി 1 ആണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ എന്തെല്ലാം ഡീറ്റെയിൽസ് ആണോ തന്നേക്കുന്നത് കെയുടെ, ദാറ്റ് ഈസ് പി ഓഫ് എക്സിൻ്റെ അല്ലെങ്കിൽ എഫ് ഓഫ് എക്സിൻ്റെ എന്തെല്ലാം ഡീറ്റെയിൽസ് ആണോ തന്നേക്കുന്നത് അതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടും. വേണ്ട, ഇത് നോക്കിയേ, ഓരോ കെകൾ എണ്ണി എടുക്കുമ്പോൾ 9k ഉണ്ട്. കെ സ്ക്വയറുകൾ എണ്ണി എടുത്താൽ 10k² ഉണ്ട്. അത് ഈക്വൽ ടു ആരാണെന്ന് പറയണം? ടോട്ടൽ പ്രോബബിലിറ്റി ആരാണ്? സബ്മേഷൻ പി ഓഫ് എക്സ് ആരാണ്? 1 ആണല്ലേ. അപ്പോൾ ടോട്ടൽ പ്രോബബിലിറ്റി 1 ആണ്. അപ്പോൾ ആ 1 ഞാനിവിടെ എഴുതി. ആ 1നെയും കൂടി ഇപ്പുറത്ത് കൊണ്ടുവന്ന് -1 ആക്കിയപ്പോൾ എനിക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോമായി. എന്താ? 10k² പ്ലസ് 9k - 1 = 0. ഇത് കാൽക്കുലേറ്ററിൽ ഇട്ട് കൊടുക്കുമ്പോൾ എനിക്ക് 2 ആൻസർ കിട്ടും. ക്വാഡ്രാറ്റിക് ആണെങ്കിൽ ഉറപ്പായി നിങ്ങൾക്ക് 2 ആൻസർ കിട്ടും. അതിൽ 0യുടെയും 1ൻ്റെയും ഇടയിൽ നിൽക്കുന്ന വാല്യൂ ഏതാണോ അത് ചൂസ് ചെയ്യുക കേട്ടോ. ഇവിടെ നോക്കി -1 ഉണ്ട്, ഞാൻ അതെടുത്തിട്ടില്ല. ഞാൻ ഏതെടുത്തത് ഏതാണ്? 0.1 ആണ്. അങ്ങനെ കേക്ക് 0.1 എടുത്തു. എന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയാവോ? ഈ ടേബിൾ അതുപോലെ വരച്ച് വെക്കാം. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് താഴോട്ട് എഴുതുന്ന ക്വസ്റ്റ്യനിൽ എളുപ്പത്തിന് വേണ്ടി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഒരു നിർബന്ധവും ഇല്ല നമുക്ക് വരയ്ക്കണമെന്ന്. വരച്ചാലും നന്ന്. അപ്പോൾ ഇത് ഞാൻ നോക്കി കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യനകത്ത് എല്ലാ വാല്യൂസും ഞാൻ കെ ഇട്ട് കൊടുത്തു, 2k ഇട്ട് കൊടുത്തു, 2k ഇട്ട് കൊടുത്തു, 3k ഇട്ട് കൊടുത്തു, അങ്ങനെ എല്ലാം ഇട്ട് കൊടുത്തു. ദാറ്റ് ഈസ് ഇത് 0.1, ഇത് 0.2, 0.2, 0.3, അങ്ങനെ ഞാൻ ഓരോ വാല്യൂസ് ഇട്ട് കൊടുക്കണം. ഇനി ഞാൻ കണ്ടുപിടിക്കാൻ പോണത് പി ഓഫ് എക്സ് <6 ആണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നേ, ഞാനൊരു സെക്ഷൻ പഠിപ്പിക്കുമ്പോൾ അതിനകത്ത് കോമൺ ആയിട്ടായിരിക്കും പറയുന്നതെന്ന്. പി ഓഫ് എന്താണോ ചോദിക്കുന്നത്, ഇവിടെ വന്നേക്കുന്ന കാര്യം എന്താണെങ്കിലും ആ എന്താണ് എന്നുള്ളതിൻ്റെ എക്സിനെയാണ് എനിക്ക് സോർട്ട് ചെയ്തെടുക്കേണ്ടത്. അതായത് ഇവിടെ ചിലപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഇനീക്വാളിറ്റി ആയിരിക്കാം, ഇവിടെ എന്തെങ്കിലും പറയുന്നെങ്കിൽ ഇവിടെ പറയുന്ന കാര്യം എന്തിൻ്റെ ആണ് പ്രോബബിലിറ്റി കണ്ടുപിടിക്കേണ്ടതാണ്. എന്തിൻ്റെയോ പ്രോബബിലിറ്റി കണ്ടുപിടിക്കണം. എന്തിൻ്റെ? ആ ആളാണ് ഈ അകത്ത് കൊടുത്തേക്കുന്നത്. ഈ ആളെന്ന് പറയുന്നത് എക്സുകൾ ആരെല്ലാമാണ് എന്നുള്ളതാണ്. ഓക്കെ, അത് സ്റ്റേറ്റ്മെൻ്റ് ആയാലും ശരി, ഇനീക്വാളിറ്റി ആയാലും ശരി, ഈ പറയുന്ന വ്യക്തിയെയാണ് ഈ എക്സുകൾ. ഇതെല്ലാ എക്സുകളും അല്ല, ഏതൊക്കെയോ ചില എക്സുകൾ. ക്ലിയർ ആയോ? നോക്കിയേ,
പി ഓഫ് എക്സ് ലെസ് ദാൻ 6. പി ഓഫ് എക്സ് ലെസ് ദാൻ 6. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ തന്നേക്കുന്നത് സ്റ്റേറ്റ്മെൻ്റ് ആയാലും ഇനീക്വാളിറ്റി ആയാലും എന്തായാലും ഇക്വേഷൻ ആയാലും എന്തായാലും അതിൻ്റെ പ്രോബബിലിറ്റി വേണം കണ്ടുപിടിക്കാൻ. അപ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് ആരെയാണെന്നറിയാവോ? ഈ പിയുടെ അകത്ത് കിടക്കുന്ന ആൾ ആരൊക്കെയാണെന്നാണ്. എക്സ് ലെസ് ദാൻ 6 എന്ന് വെച്ച് കഴിഞ്ഞാൽ ആര്? 6നേക്കാൾ കുറവുള്ള എക്സ്. 6നേക്കാൾ കുറവുള്ള എക്സ് എന്ന് പറയുമ്പോൾ ആര്? 0 മുതൽ 5 വരെ. അപ്പോൾ എക്സ് ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു 1, എക്സ് ഈക്വൽ ടു 2, എക്സ് ഈക്വൽ ടു 3, എക്സ് ഈക്വൽ ടു 4, എക്സ് ഈക്വൽ ടു 5. ഇതിന് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇതിൻ്റെ എല്ലാം അങ്ങ് പ്രോബബിലിറ്റി കാണണം. പി ഓഫ് പി ഓഫ് പി ഓഫ് പി ഓഫ് പി ഓഫ് എന്നിട്ട് ഈ പ്രോബബിലിറ്റികളെല്ലാം കൂടെ അങ്ങ് കൂട്ടണം. അതാണ് പി ഓഫ് എക്സ് ലെസ് ദാൻ 6 എന്ന് പറയുന്നത്. ഞാൻ നോക്കിയേ, അതായത് ഈ പ്രോബബിലിറ്റീസ് 5 വരെയുള്ള ഇത്രയും പ്രോബബിലിറ്റീസ് എന്ത് ചെയ്യണം? കൂട്ടണം. ഇനി ഇതിനൊരു എളുപ്പ വഴിയുണ്ട്. എന്താ എളുപ്പ വഴി എന്നറിയാവോ? എനിക്കിപ്പോൾ വേണ്ടത് ആരാണ്? ഇത്രയും ആളാണ്. ഞാൻ ഇതിന് പകരം എന്ത് ചെയ്യുന്നതെന്നറിയാവോ? ഇത് മൊത്തം ആളെയും കൂടെ കൂട്ടിയാലോ? ഇത് മൊത്തം ആളെയും കൂടെ കൂട്ടിയാൽ എനിക്ക് എത്ര കിട്ടും? 1 കിട്ടണം. ഈ താഴത്തെ മൊത്തം ആളെയും കൂടെ കൂട്ടിയാൽ എനിക്ക് എത്ര കിട്ടണം? 1 കിട്ടണം. അതിലിപ്പോൾ ഞാൻ കൂട്ടിയേക്കുന്നത് ആരെയാണ്? ഇത്രയും ആൾക്കാരെയാണ് കൂട്ടിയേക്കുന്നത്. ഞാൻ എന്ത് ചെയ്യുമെന്നറിയാവോ? ഈ 1ൽ നിന്ന് ഇവരെ രണ്ടുപേരെയും അങ്ങ് കുറയ്ക്കും. ഇവർ രണ്ടുപേരെയും കൂട്ടിയിട്ട് അങ്ങ് കുറയ്ക്കും. 1 മൊത്തവും പച്ച കളറിൽ ഞാൻ വരച്ചേക്കുന്നതാണ് 1. ആ 1ൽ നിന്ന് ഇത്രയും കൂടെ കൂട്ടിയാൽ എനിക്ക് 1 കിട്ടും. ആ 1ൽ നിന്ന് ഇവരെ രണ്ടുപേരെയും കൂട്ടും. എന്നിട്ട് ആ 1ൽ നിന്ന് അവർ രണ്ടുപേരെയും കൂട്ടുന്നല്ല, ഇവർ രണ്ടുപേരെയും കൂട്ടിയിട്ട് 1ൽ നിന്ന് കുറയ്ക്കും. അപ്പോൾ എനിക്ക് ആരെ കിട്ടും? ഇവരെ കിട്ടും. അപ്പോൾ എനിക്ക് ഇത്രയേ ഇരുന്ന് കൂട്ടുന്ന പാടില്ല. മനസ്സിലായോ? അങ്ങനെയും ചെയ്യാം, അല്ല ഞാൻ ആദ്യം പറഞ്ഞ രീതിയിൽ ചെയ്യാം. അത് നിങ്ങളെ ഇഷ്ടമാണ് എങ്ങനെ ചെയ്യണം എന്നുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്ത ക്വസ്റ്റ്യൻ പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 6 ആണ്. പി ഓഫ് ആര്? എക്സ് ഗ്രേറ്റർ ദാൻ 6. എങ്ങനെ ചെയ്യും? ഞാൻ നേരത്തെ പറഞ്ഞു, എക്സിനെ സോർട്ട് ചെയ്തേ. 6നേക്കാൾ വലിയ എക്സ് ആര്? 7 മാത്രമേ ഉള്ളൂ. അപ്പം എക്സ് ഈക്വൽ ടു 7 മാത്രമേ ഉള്ളൂ. അതിൻ്റെ പി ഓഫ് എടുക്കുക. ഇനി ആരെങ്കിലും ഇട്ട് കൂട്ടാനുണ്ടോ? ഇല്ല, ഒരാളല്ലേ ഉള്ളൂ. അതങ്ങോട്ട് എഴുതുക. അതാണ് അതിൻ്റെ ആൻസർ. ഇനി നമ്മളെ കയ്യിൽ നേരത്തെ ഈ പി ഓഫ് ഇത് കണ്ടുപിടിച്ചതിരിക്കുകയല്ലേ? എന്തുവാണ്? പി ഓഫ് എക്സ് ലെസ് ദാൻ 6. ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അതിൻ്റെ കൂടെ അങ്ങനെ പറയുന്നതിനേക്കാളും നിങ്ങൾക്ക് ഇതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. അതായത് നമ്മളെ കയ്യിലിപ്പോൾ ആരുണ്ട്? എക്സ് ലെസ് ദാൻ 6 ഉണ്ട്, എക്സ് ഗ്രേറ്റർ ദാൻ 6 ഉണ്ട്. ഇതിനകത്ത് ഞാൻ ആദ്യം ചെയ്ത കണക്ക് എങ്ങനെയാണ് ചെയ്തത്? എല്ലാം കൂട്ടുന്നതല്ലെങ്കിൽ 1ൽ നിന്ന് പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 ചെയ്ത് അല്ലേ? അപ്പോൾ അത്രയുള്ള നമുക്ക് മീൻ ചെയ്യേണ്ടത്, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 മൈനസ് ചെയ്ത്. അതായത് എനിക്ക് കണ്ടുപിടിക്കേണ്ടത് പി ഓഫ് എക്സ് ലെസ് ദാൻ 6 ആണെങ്കിൽ, എളുപ്പം ഈ 1 മൈനസ് ചെയ്യുന്നതാണെങ്കിൽ 1 മൈനസ് പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6. ഇത് എഴുതാനുള്ള കാര്യം വേറൊന്നുമല്ല. ലെസ് ദാൻ വരെയാണെങ്കിൽ 1 മൈനസ് ചെയ്യുമ്പോൾ വരേണ്ട ആൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ്. അതുപോലെ ഗ്രേറ്റർ ദാൻ ആണ് വരുന്നതെങ്കിൽ ലെസ് ദാൻ ചെയ്യുമ്പോൾ 1 മൈനസ് വരേണ്ടത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. ഇനി ഇതല്ല, നമ്മളെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് ചോദിച്ചേക്കുന്നതെങ്കിൽ 1 മൈനസ് ആണ് എളുപ്പമെങ്കിൽ 1 മൈനസ് പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എന്താണ്, ഇപ്പോൾ എ ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ എ ചെയ്യുന്നതിന് എളുപ്പം. അതുപോലെ പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ ആണ് ചോദിച്ചേക്കുന്നതെങ്കിൽ 1 മൈനസ് പി ഓഫ് എക്സ് ലെസ് ദാൻ എ ചെയ്യുന്നതാണ് എളുപ്പം. അതിപ്പോൾ ഞാൻ പറയുന്നതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമുക്ക് കണ്ടുപിടിക്കേണ്ട ആൾ ലെസ് ദാൻ ആണ്. 1 മൈനസ് ചെയ്യുന്നതാണെങ്കിൽ എളുപ്പമെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ലെസ് ദാൻ ആണ് വേണ്ടതെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ് വേണ്ടതെങ്കിൽ ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ. ഇനി അടുത്തത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ് വേണ്ടതെങ്കിൽ എന്ത് വരും? ലെസ് ദാൻ വരും. ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരും. ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരും. ലെസ് ദാൻ ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വരും.
ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ വരും, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ ലെസ് ദാൻ വരും. ഇത്രയും ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇതൊക്കെ എപ്പോഴുള്ള കാര്യമാണ്, 1 മൈനസ് ഇട്ട് ചെയ്യുമ്പോഴുള്ള കാര്യമാണ് കേട്ടോ. വേണമെങ്കിൽ നിങ്ങളിതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോയേ. പി ഓഫ് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 5. ഞാൻ എന്താ പറഞ്ഞത് നിങ്ങളുടെ അടുത്ത്? പി ഓഫ് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 5. ഇവരെ ഒന്ന് സോർട്ട് ചെയ്തെടുക്കണം 0 മുതൽ 5 വരെ. ആരൊക്കെ 0 മുതൽ 5 വരെ? 1 2 3 4. ഇവരെ എത്രയും കൂടെ പ്രോബിലിറ്റി കൂട്ടണം, അത്രയേ ഉള്ളൂ. മനസ്സിലായോ? ആണ്, അവരെല്ലാം പ്രോബിലിറ്റി എഴുതി കൂട്ടുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ സംതിങ് ഡിഫറെൻ്റ് ആണ്. അതായത് നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് ദ മിനിമം വാല്യൂ ഓഫ് എ സച്ച് ദാറ്റ് പി ഓഫ് എക്സ് ലെസ് ദാൻ എ ഗ്രേറ്റർ ദാൻ 1/2. ഇത്രയും നേരം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് പി ഓഫ് സംതിങ്ങിൻ്റെ ആൻസറിനെ പറ്റിയാണ്, ഇവിടെ വരുന്ന ആൻസറിനെ പറ്റിയാണ്. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഇവിടുത്തെ ആൻസർ തന്നിട്ടുണ്ട്. എന്താ തന്നേക്കുന്നത്? പി ഓഫിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1/2 വരണം. അങ്ങനെയുള്ള എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിട്ടുള്ള, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിട്ടുള്ള ഒരു എ ഫൈൻഡ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ആ എ മിനിമം ആയിരിക്കണം. ഉദാഹരണം പറയുകയാണെങ്കിൽ എനിക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ചെയ്യുമ്പോൾ എനിക്ക് ഗ്രേറ്റർ ദാൻ 1/2 ചെയ്താൽ ഓഫ് കോഴ്സ് അതിന് മുകളിലോട്ടുള്ള ഏത് ചെയ്താലും ഗ്രേറ്റർ ദാൻ 1/2 ആയിരിക്കും. അങ്ങനെ മിനിമം വാല്യൂ വരുന്ന ഏതാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ ഇതേപോലെ ആദ്യം തൊട്ടേ ചെയ്യണം. 0 ചെയ്യണം, 1 ചെയ്യണം, 2 ചെയ്യണം, 3 ചെയ്യണം, 4 ചെയ്യണം. 4 ചെയ്യുമ്പോഴാണ് എനിക്ക് എന്ത് കിട്ടുന്നത്. ഇത് ഈ 0.5 വലിയൊരു വാല്യൂ കിട്ടുന്നത്. ഇത് തൊട്ടുമ്പോൾ ചെയ്യുമ്പോൾ 0.5 കിട്ടുന്നത്. ഇനി ഇത് എങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞുതരാം. പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഏതാണോ, എ ആയിട്ട് ഇപ്പം ഞാൻ എടുക്കുന്നത് 3a ആണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ 3 വരെ ഉള്ള പ്രോബിലിറ്റീസ് കൂട്ടണം. അതാണ് എൻ്റെ മീനിങ്. ഇനി ഞാനിവിടെ ഇതിൻ്റെ സ്ഥാനത്ത് എഴുതുന്നത് 5 ആണെങ്കിൽ 5 വരെയുള്ള പ്രോബിലിറ്റി കൂട്ടണം. ആ കിട്ടുന്ന ആൻസറാണ് ഇതിൻ്റെ ആൻസർ. മനസ്സിലായോ? അപ്പോൾ 0 എന്ന് പറയുമ്പോൾ 0 വരെയുള്ളത് കൂട്ടണം. 1 എന്ന് പറയുമ്പോൾ 0യുടെയും 1ൻ്റെയും കൂട്ടണം. ഇവിടെ ഞാൻ 2 എഴുതിയാൽ 0യുടെയും 1ൻ്റെയും 2ൻ്റെയും കൂട്ടണം. 3 എഴുതിയാൽ 0യുടെയും 1ൻ്റെയും 2ൻ്റെയും 3ൻ്റെയും കൂട്ടണം. 4 എഴുതിയാൽ 0യുടെയും 1ൻ്റെയും 2ൻ്റെയും 3ൻ്റെയും 4ൻ്റെയും കൂട്ടണം. അങ്ങനെ കൂട്ടി പോകുന്നതാണ് ആരെന്ന് പറയുന്നത്? എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ എന്ന് പറയുന്നത്. അതാണ് ഞാനിവിടെ എഴുതിയത്. ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. ഞാൻ ഈ പാളി പറഞ്ഞേക്കുന്നത് വെച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്ക്. ഓക്കെ. ദെൻ എൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്നത് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എഴുതാനാണ്. എളുപ്പമാണ് പിള്ളേരെ. നമുക്ക് പേര് കേൾക്കുമ്പോൾ എന്തോ വലിയ സാധനമായിട്ട് തോന്നുന്നേ ഉള്ളൂ. അല്ല, എളുപ്പമാണ്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നിങ്ങളുടെ അടുത്ത് ഒരു ടേബിൾ വരയ്ക്കണം. ആ ടേബിൾ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നത് ഈ CDF ചോദിക്കുന്ന ക്വസ്റ്റ്യനിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ CDF ആണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ വരയ്ക്കണം. ഈ എഴുതിയേക്കുന്നതിൻ്റെ പേര് PMF എന്നാണേ. ഇപ്പം നമ്മളിത് ചോദിച്ചേക്കുന്നതിൻ്റെ പേര് CDF എന്നാണേ. അതിന് നമ്മൾ നൊട്ടേറ്റ് ചെയ്യുന്നത് f(x) എന്നാണ്, ക്യാപിറ്റൽ. ഒന്നുമില്ല പിള്ളേരെ, എൻ്റെ ഇവിടെ ക്യാപിറ്റൽ f(x) എന്ന് നൊട്ടേഷൻ കൊടുക്കണം. എന്നിട്ട് ഓരോ വാല്യൂസ് എഴുതണം. 0യുടേത് ഫസ്റ്റ് വാല്യൂ അത് സെയിം തന്നെ എഴുതണം. രണ്ടാമത്തെ 0യുടെയും 1ൻ്റെയും കൂട്ടി എഴുതണം. ആര്? K. മൂന്നാമത്തത് ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് എല്ലാം കൂടെ കൂട്ടി എഴുതണം. ഇത് ഇത്രയും കൂടെ. അപ്പോൾ എത്ര വരും? 3K. ഇനി അടുത്തത് ഇത്രയും കൂടെ കൂട്ടിയാണ് 3K. അതിൻ്റെ കൂടെ പിന്നെ ഇത് കൂട്ടണം. ദാറ്റ് ഈസ് ഇത് ഇത്രയും കൂടെ കൂട്ടണം. അപ്പോൾ എത്ര? ഇത് ഇത്രയും കൂടെ കൂട്ടിയപ്പോൾ തന്നെ 3K കിട്ടി. പിന്നെ ഇത് കൂടെ കൂട്ടണം. അപ്പോൾ എത്ര? 5K. പിന്നെ ഇത് ഇത്രയും കൂടെ കൂട്ടിയപ്പോഴാണ് 5K കിട്ടിയത്. പിന്നെ ഇനി അടുത്തത് ഇത്രയും കൂടെ കൂട്ടണം. അപ്പോൾ 5Kയുടെ കൂടെ 3K കൂട്ടുക. അപ്പോൾ 8K. അങ്ങനെ കൂട്ടി പോവുക. ലാസ്റ്റ് കോളത്തിൽ കിട്ടേണ്ട ആൻസർ 1 ആണ്. മനസ്സിലായോ? അങ്ങനെ കിട്ടണം. അങ്ങനെ ഈ താഴെ ഇടുന്നതിനെ വിളിക്കുന്ന പേരാണ് f(x). ഞാനിപ്പോൾ എൻ്റെ എളുപ്പത്തിന് വേണ്ടി ഞാൻ K3K എന്ന് പറഞ്ഞാൽ എഴുതി. നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ വാല്യൂ Kയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വേണം എഴുതാൻ കേട്ടോ. ഇതൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനാണ്. 202 ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട് ഞെട്ടണ്ട. 204ൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. പക്ഷേ ഇതിനകത്ത് മൊഡ്യൂൾ 1 നിങ്ങൾക്ക് 2 പേർക്ക് സെയിം തന്നെയാണ്. നോക്കി ഈ ക്വസ്റ്റ്യൻ നോക്കി. എക്സ് എന്ന് പറയുന്ന ഒരു റാൻഡം വേരിയബിളാണ്. ആ വാല്യൂസ് x 1ഉം 0യും 1ഉം ആണ്.
എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പ്രോബബിലിറ്റി PMF, അതായത് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എഴുതാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ പറയാം. പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് എക്സ് വാല്യൂസ് എന്ന് പറഞ്ഞാൽ അവർ തന്നിട്ടുണ്ട്, -1, 0, 1 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ P(x) വാല്യൂസ് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. അതിന് പകരം അവർ ഒരു റിലേഷൻ തന്നിട്ടുണ്ട്. എന്താണ് ആ റിലേഷൻ? P(x) = 1 = 2 × P(x) = 0 = P(x) = 1. ഞാൻ അതിനെ ഇങ്ങോട്ടൊന്ന് എഴുതുകയാണ്. P(x) = 1 = 2 × P(x) = 0 = P(x) = -1. ഓക്കെ. ഇനി അടുത്തത് ഞാൻ നോക്കി, ഇതിനകത്തുനിന്ന് ഞാൻ ഇതിനെ മൊത്തത്തിൽ ഒരു K എന്ന് വിളിക്കുകയാണ്. K എന്ന് വിളിക്കാമല്ലോ. ഇതും K, ഇതും K, ഇതും K. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും പ്യുവറായിട്ട് കിടക്കുകയാണ്. അവർക്ക് രണ്ടുപേർക്കും മാറ്റമില്ല. അവർ രണ്ടുപേരും ഞാൻ K എന്നങ്ങ് എഴുതി. ഇനി എന്താണ് എഴുതാൻ പോണത്? ഇവിടെ 0യുടേതുണ്ട്. അതെന്താണ്? 2 × P(x) = 0 ആണ് ഞാൻ ആരെന്ന് എടുത്തേക്കുന്നത്? K എന്ന് എടുത്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ P(x) = 0 ആര്? K/2. ആ 2നെ ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ പോരെ. അപ്പോൾ ഇവിടെ ആര് കിട്ടി? K/2. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത കണക്കായില്ലേ? ഇനി എന്ത് ചെയ്യണം? K കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യാനാണ് ഞാൻ പറഞ്ഞാൽ, നമുക്ക് തന്നേക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം അവിടെ കൂട്ടുക. K + 2K 2K പ്ലസ് എന്ത് ചെയ്യുക? K/2 ചെയ്യുക. ഈക്വൽ ടു ആര് വരണം? 1 വരണം. 2K + 2 × 2K 4K പ്ലസ് K 5K. ഇനി അങ്ങനെ എഴുതാം. 5K/2 = 1. ഇനി ഇതിനെ അപ്പുറത്തോട്ടും എന്ത് കിട്ടും? K = 2/5 എന്ന് കിട്ടും. ഓക്കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ x -1 0 1 P(x) ആരൊക്കെ? K എന്ന് പറയുമ്പോൾ 2/5. ഇതെന്ന് പറയുമ്പം 2 × 2/5. ഇതെന്ന് പറയുമ്പോൾ 2/5. രണ്ടും K അല്ലായിരുന്നു അതോ? ഇതും K. ആദ്യത്തെ ആളാരാണ്? K/2. ദറ്റ് ഈസ് 2/5/2. എന്ത് കിട്ടും? 2ഉം 2ഉം പോയിട്ട് 1/5 എന്ന് കിട്ടും. ക്ലിയർ ആയോ? അങ്ങനെയാണ് PMF എഴുതേണ്ട. ഇനി എൻ്റെ മീനുണ്ട്, അത് ഞാൻ ആ ടോപ്പിക്കൂടെ പറഞ്ഞിട്ട് അതിലോട്ട് പോവാം. ഇനി ഇതിൽ തന്നെ വേറെയും ക്വസ്റ്റ്യൻ ഉള്ളുണ്ട്. മീനിൻ്റെ ക്വസ്റ്റ്യൻ അത് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്തുതരാം. ഇപ്പോൾ നിങ്ങൾ ആ ബേസിക് കാര്യങ്ങളെല്ലാം, ഈ K കണ്ടുപിടിക്കുന്നത്, P(f) കണ്ടുപിടിക്കുന്നതെല്ലാം ഈ ഒരു സെക്ഷനിൽ വീഡിയോ നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക കേട്ടോ.